രാജസ്ഥാൻ റോയൽസിന്റെ ടീം അത്ര മോശമാണോ ഇത്തവണ? നമുക്ക് നോക്കാം. ആദ്യത്തെ നഷ്ടം ബട്ട്ലർ ആണെന്നാണ് ആരാധകർ പറയുന്നത്. അത് ശരിയാണോ? അല്ലെന്ന് പറയേണ്ടി വരും. കാരണം 2022 സീസണിൽ അയാൾ പീക്ക് ഫോമിലായിരുന്നു. ആ വർഷം മാത്രം 4 സെഞ്ചുറി അയാൾ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീടോ 2023 14 കളികളിൽ നിന്ന് 28 റൺസ് ശരാശരിയിൽ 139 സ്ട്രൈക്ക് റേറ്റിൽ 392 റൺസ് മാത്രമാണ് അടിച്ചെടുത്തിട്ടുള്ളത്. 2024 11 കളികളിലായി 140 സ്ട്രൈക്ക് റേറ്റിൽ 39 ആവറേജിൽ 359 റൺസ് മാത്രമാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇംഗ്ലണ്ടിന് വേണ്ടിയും അയാൾ ഈ 2 വർഷം നന്നായി ബാറ്റ് ചെയ്യുന്നില്ല. അയാൾ കംഫർട്ടായി കളിക്കുന്ന ടോപ്പ് ഓർഡറിൽ അയാളെക്കാൾ നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഇന്ത്യൻ താരങ്ങൾ ക്യാമ്പിലുണ്ടെന്നിരിക്കെ 15 കോടിക്ക് അയാളെ എടുക്കുന്നത് ഒരു മോശം ഡീൽ തന്നെയാണ്. പക്ഷെ അയാൾക്കുണ്ടായിരുന്ന വേറൊരു അഡ്വാൻറ്റേജ് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവായിരുന്നു. ആ വിടവ് നിതീഷ് റാണയെ ക്യാമ്പിലെത്തിക്കുക വഴി അവർക്ക് നികത്താനുമായിട്ടുണ്ട്. ഈ ഓപ്ഷനിലെ രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പിക്ക് അത് നിതീഷ് റാണയുടേതാണ്. സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ ജൂറൽ ഉൾപ്പെടുന്ന വലംകയ്യൻ ബാറ്റ്സ്മാൻമാർക്കിടയിലേക്ക് ജയ്സ്വാൾ, നിതീഷ് റാണ, ഹെറ്റിമർ തുടങ്ങിയ ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാർ കൂടി വരുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൃത്യമായി അവർക്ക് നടപ്പിലാക്കാൻ പറ്റും. കൂടാതെ നിതീഷ് റാണ ബട്ട്ലറേക്കാൾ നന്നായി ഇന്ത്യൻ ഗ്രൗണ്ടുകളിൽ സ്പിൻ കളിക്കാൻ കൂടി പറ്റുന്ന താരവുമാണ്. അയാൾ ഒരു പാർട്ട് ടൈം ബൗളർ കൂടിയാണ്. ഹെറ്റിമർ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും എന്ന് ഉറപ്പാണ്. അയാൾക്ക് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ 4 വിദേശ ബൗളർമാരെ ഇറക്കി കളിക്കാനും അവർക്ക് ആവും. പെട്ടെന്ന് ആദ്യ വിക്കറ്റുകൾ നഷ്ടപ്പെടാറുള്ളപ്പോൾ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ നേരത്തെ അശ്വിനെ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഹസരംഗയെ അവർക്ക് യൂസ് ചെയ്യാനായി പറ്റും. കൂടാതെ അയാൾ ഒരു ലെഗ് സ്പിന്നർ കൂടിയാണ്. അശ്വിൻ, ചഹൽ ഉൾപ്പെടുന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ ഹസരംഗ, തീക്ഷണ തുടങ്ങിയവരെ ടീമിലെത്തിക്കുക വഴി റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. ആവേശ് ഖാൻ, കുൽദീപ് സെൻ, KM ആസിഫ് തുടങ്ങിയവർ ഉൾപ്പെട്ട ഇന്ത്യൻ ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഒരു തലവേദനയായിരുന്നു. തുഷാർ ദേശ്പാണ്ഡെ, ആകാശ് മധ്വാൾ തുടങ്ങിയവരുടെ കൂടെ സന്ദീപ് ശർമ്മയും കൂടി ചേർന്ന് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ട്രെന്റ് ബോൾട്ടിന്റെ വിടവ് അവർക്ക് നികത്താനായിട്ടില്ല. ആദ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ ആർച്ചർക്ക് സാധിക്കും എന്ന് ഉറപ്പില്ല. പകരം നന്നായി ഈ അടുത്ത കാലത്തെ കളികളിലൊക്കെ റൺസ് വഴങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരാളെ അവർ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അത് 18-കാരനായ സൗത്ത് ആഫ്രിക്കൻ ഇടംകയ്യൻ ബൗളർ ക്വേന മഫ്കയാണ്. കഴിഞ്ഞ വർഷത്തെ അണ്ടർ-19 ലോകകപ്പിന്റെ താരമാണ് അയാൾ. വളരെ വേഗത്തിൽ സ്റ്റംപ് ലൈനിൽ കുത്തി ബോൾ അകത്തോട്ടും പുറത്തോട്ടും എറൗണ്ട് ദി വിക്കറ്റ് എറിഞ്ഞ് സ്വിംഗ് ചെയ്യിക്കാൻ കഴിവുള്ള ആളാണ് അയാൾ. മുംബൈ കഴിഞ്ഞ തവണ അയാളെ ക്യാമ്പിലെത്തിച്ചു കളിപ്പിച്ചെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ വലഞ്ഞിരുന്ന മുംബൈക്ക് അയാൾക്ക് കൂടുതൽ അവസരങ്ങളൊന്നും നൽകാനായിട്ടില്ല. മാത്രവുമല്ല, എങ്ങാനും അയാളെ നന്നായി യൂസ് ചെയ്യാൻ രാജസ്ഥാന് കഴിഞ്ഞാൽ അടുത്ത 6 വർഷത്തേക്കുള്ള മുതലാണ് അത് ടീമിന്. 3 വർഷം കഴിഞ്ഞു വരുന്ന മെഗാലയലത്തിന് മുന്നോടിയായി ആവറേജ് എമൗണ്ട് കൊടുത്ത് അയാളെ റീറ്റെയിൻ ചെയ്യാനായി രാജസ്ഥാന് പറ്റും. ഇന്ന് കാണുന്ന ബുംറ, ജയ്സ്വാൾ, പരാഗ്, ധ്രുവ് ജൂറൽ, സ്കൈ, രുദ്രൻ, രഘുവംശി തുടങ്ങിയ അനേകം പ്ലേയേഴ്സ് അവരവരുടെ ടീമുകൾക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത് ഈ രീതിയിലാണ്. വിക്കറ്റ് എടുക്കുന്നതിലും ഇമ്പോർട്ടന്റ് ആണ് റൺസ് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ച് ബോൾ എറിയുക എന്നത്. ഫസലുള്ള ഫരൂഖി അത്തരം ഒരു ബൗളറാണ്. ചുരുക്കത്തിൽ ശക്തമായ ഒരു ഇന്ത്യൻ ബാറ്റിംഗ് നിരയെയും പ്രൊഫഷണൽ ആയ ഒരു വിദേശ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു മിക്സ് ആണ് രാജസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. ബോൾട്ടിന്റെ കാര്യത്തിലുള്ള ഒരു കുറവൊഴിച്ചാൽ നല്ലൊരു ക്യാമ്പിനെ അവർക്ക് നിലനിർത്താനായിട്ടുണ്ട്. ആരാധകരുടെ ഫൈറ്റ് എപ്പോഴും നടക്കാറുള്ളത് പേപ്പർ സ്ട്രെങ്ത് മുൻനിർത്തിയാണ്. പക്ഷെ അതിൽ കാര്യമില്ലെന്ന് മുൻ വർഷങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. IPL-ന്റെ ആദ്യ സീസണിലെ ഏറ്റവും മോശം ടീം രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. നല്ല ടീം ഡെക്കാൻ ചാർജേഴ്സും. പക്ഷെ ഗ്രൗണ്ടിലെ പ്രകടനം അന്ന് മുതൽ എത്രത്തോളം ഡിഫറന്റ് ആണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. മാക്സ്വെൽ, മോറിസ്, സാം കൊറേൻ, സ്റ്റോക്സ് തുടങ്ങിയ അനേകം താരങ്ങൾ ഫ്ലോപ്പ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ, കോച്ച്, ടീം മാനേജ്മെന്റ് തുടങ്ങിയവർ നെയ്തെടുക്കുന്ന കൗശലങ്ങൾ മാത്രമായിരിക്കും ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നത്. ബാംഗ്ലൂർ ഒഴിവാക്കിയ ചഹൽ രാജസ്ഥാനിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അൺസോൾഡ് ആയ സന്ദീപ് ശർമ്മ രാജസ്ഥാനിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അശ്വിനെ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്ത് സക്സസ് ആക്കുന്ന തന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഓരോ പ്ലേയേഴ്സിനെയും അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കി ടീമിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന കിടിലൻ ക്യാപ്റ്റനാണ് സഞ്ജു. T20-യിൽ ഷുവർ ബെറ്റായിട്ടുള്ള ഏക ബൗളർ ബുംറ ആണ്. ബാക്കിയെല്ലാം ഇത്തരം പ്ലാനുകൾക്കനുസരിച്ച് ക്യാപ്റ്റനും കോച്ചും ഉപയോഗിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും സക്സസ് റേറ്റ്. കഴിഞ്ഞ ശ്രീലങ്കയ്ക്കെതിരായ T20-യിൽ ഡെത്ത് ഓവറുകളിൽ സൂര്യയും റിങ്കു സിംഗും വരെ സക്സസ്ഫുൾ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ ഏറ്റവും മികച്ചൊരു ടീമിനെ സഞ്ജുവിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനാവും.